ഹായ് ഗൈസ്, ഐ ആം ദേവു. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദേവു IT. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് മുതൽ പലരും ഇട്ടൊരു കമൻറ്റാണ് ഹെയർ കെയർ റുട്ടീൻ ചെയ്യുക അല്ലെങ്കിൽ ഹെയർ കെയർ വീഡിയോ ചെയ്യുക എന്നുള്ളത്. പല സാങ്കേതിക തകരാറുകൾ മൂലവും എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആ ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ്. എൻ്റെ ശബ്ദം എന്താ ഇങ്ങനെയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. വോയിസ് ഓവർ കൊടുക്കാൻ നേരത്ത് എൻ്റെ വോയിസ് അങ്ങ് പോവും. അതങ്ങനെയാണ്. അപ്പോൾ അത് മൈൻഡാക്കണ്ട. ഇത് ഒരു സൺഡേയിലെ എൻ്റെ ഹെയർ കെയർ റുട്ടീൻ വ്ളോഗാണ്. കാരണം കോളേജുള്ള ഡേയ്സിലൊന്നും എനിക്ക് രാവിലെ ഹെയർ വാഷ് ചെയ്തിട്ട് മുടി ഡ്രൈ ചെയ്തിട്ട് പോകാനുള്ള ടൈം കിട്ടില്ല. അപ്പം സൺഡേയ്സിലാണ് ഞാനിങ്ങനെ വിശദമായിട്ട് മാസ്കൊക്കെ തേച്ച് ഹോട്ട് ഓയിൽ മസാജൊക്കെ തേച്ച് കുളിക്കാറുള്ളത്. അപ്പം ഒരു സൺഡേയിലെ ഹെയർ കെയർ റുട്ടീനാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. പിന്നെ Q&Aയിൽ പറഞ്ഞ പോലെ എൻ്റെ മുടി എന്ന് പറയുന്നത് പാരമ്പര്യമായി കിട്ടിയതാണ്. എൻ്റെ അമ്മയ്ക്കും അമ്മേൻ്റെ കുടുംബത്തിലും ഉള്ളവർക്ക് നല്ല മുടിയുണ്ട്. അപ്പോൾ അതാണ് എനിക്കും കിട്ടിയേക്കുന്നത്. പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് മുടി ഒരുപാട് നീളമുള്ളതിനേക്കാളും ഉള്ള മുടി നല്ല ഹെൽത്തി ആയിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. അപ്പം അതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അതിന് വേണ്ട കുറച്ച് ടിപ്സൊക്കെ ഞാനും പറഞ്ഞുതരാം. അപ്പം രാവിലെ എണീറ്റിട്ട് ചായയൊക്കെ കുടിച്ച് ഞാൻ തലേ ദിവസം മുടി കെട്ടി വെച്ചാൽ കിടന്നുറങ്ങിയേ. അപ്പോൾ അതഴിച്ചിട്ട് ജടയൊക്കെ ഒന്ന് തീർത്തിട്ട് പിന്നെയും കെട്ടി വയ്ക്കുകയാണ് മുടി. അതിനുശേഷം ഞാൻ എൻ്റെ ചീർപ്പുകളൊക്കെ ഒന്ന് വാഷ് ചെയ്യുകയാണ്. 2 ആഴ്ച പനി പിടിച്ച് കിടന്നുകൊണ്ട് ഇങ്ങനത്തെ പരിപാടികളൊക്കെ അവിടെ നിന്നുപോയി. അപ്പം ഞാൻ ജസ്റ്റ് സോപ്പ് സൊല്യൂഷനിലേക്ക് ചീർപ്പുകൾ ഇട്ട് വയ്ക്കുകയാണ്. അതൊന്ന് കുതിർന്നിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഉണ്ടെന്നാണെങ്കിൽ ഈ പ്രോസസ്സ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ്. യൂസ് ചെയ്യുന്ന പില്ലോ കവറും ചീർപ്പൊക്കെ ഒന്ന് കഴുകി വൃത്തിയായിട്ട് സൂക്ഷിക്കുക. പിന്നെ ഈ ചൂടത്ത് നല്ലൊരു താളി തേച്ച് കുളിക്കുക എന്നുള്ള മോഹമായിട്ട് ചെമ്പരത്തി പറിക്കാൻ പോയതാണ് ഞാൻ. അപ്പോൾ അച്ഛൻ പുറകുന്ന് ചോദിച്ചു എന്തിനാ ചെമ്പരത്തിന്ന്. അപ്പം ഞാൻ താളി തേക്കാനാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇനി പോയ പനീനെ വെറുതെ തിരിച്ച് വിളിക്കണ്ട, ഇപ്പം താളി തേച്ച് കുളിക്കണ്ടെന്ന്. എന്നാൽ ഞാൻ പ്ലാൻ B പിടിച്ച് അമ്മേൻ്റെ തലയിൽ തേക്കാമെന്ന് വിചാരിച്ചപ്പോൾ അമ്മയ്ക്കും ജലദോഷം. അതോടെ താളി ക്യാൻസൽ. അപ്പം ഞാൻ ജസ്റ്റ് പറിച്ച് വെച്ചാണ് 2-3 ദിവസം കഴിഞ്ഞായാലും യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. നീരിറക്കത്തിൻ്റെ പ്രശ്നമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഈ ചൂടത്ത് ഏറ്റവും ബെസ്റ്റ് താളി തേച്ച് കുളിക്കുന്നതാണ്. പിന്നെ കുറച്ച് പേര് ചോദിച്ച കാര്യമാണ് ഞാൻ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഞാൻ പൊതുവേ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യാറ്. ചിലപ്പോൾ അതിൽ കാസ്റ്റർ ഓയിലും ഒലീവ് ഓയിലും മിക്സ് ചെയ്തും യൂസ് ചെയ്യാറുണ്ട്. ഇന്നിപ്പം ഞാൻ ഒലീവ് ഓയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഡബിൾ ബോയിൽ ചെയ്ത് തലയിൽ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം വെള്ളം ചൂടാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെള്ളം അകത്തേക്കാക്കാം. ഹെയറിൽ മാസ്കും ഓയിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നത് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഉള്ളിലേക്ക് എന്തെടുക്കുന്നു എന്നുള്ളത്. വേണ്ടത്ര വെള്ളം കുടിക്കാത്തതും കറക്റ്റായിട്ട് ഒരു ഡയറ്റ് ഫോളോ ചെയ്യാത്തതും മുടി കൊഴിച്ചിലിന് കാരണമാവാം. ഞാനും വെള്ളം കുടിക്കാൻ അത്യാവശ്യം പുറകിലോട്ടാണ്. അപ്പോൾ അമ്മ പറഞ്ഞിട്ട് വാങ്ങിയതാണ് ഈ ബോട്ടിൽ. ഇതാവുമ്പോൾ ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ കൊണ്ട് നടന്ന് വെള്ളം എങ്ങനെയെങ്കിലും കുടിച്ചോളും. വെറുതെ എണ്ണ തേക്കുന്നതിനേക്കാളും ഇങ്ങനെ എണ്ണ ചൂടാക്കി തലയിൽ തേക്കുന്നത് എന്തുകൊണ്ടും ഒരു ബെറ്റർ ഓപ്ഷനാണ്. കാരണം ഹെയർ ഗ്രോത്തിന് അത് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. എണ്ണ ഒരുപാട് ചൂടാവാൻ പാടില്ല. തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പാകത്തിന് ചൂടായാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് കൈ സൂക്ഷിച്ചില്ലേ ഇതേപോലെ പൊള്ളുകയും ചെയ്യും. അപ്പോൾ ചെറിയ കുട്ടികൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അച്ഛനോടോ അമ്മേനോടൊക്കെ ചെയ്തു തരാൻ പറയാം. അപ്പോൾ ഇതാണ് എൻ്റെ കുപ്പി ആൻഡ് പുറകിൽ കാണുന്നതാണ് ഞാൻ. ഇനി ആ ഓയിൽ എടുക്കുക, സ്കാൽപ്പിൽ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. അത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്കിൻ ആയാലും ഹെയർ ആയാലും ഓരോരുത്തരുടെയും ഡിഫറെൻ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് സ്യൂട്ടായത് നിങ്ങൾ വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റേത് പൊതുവേ കുറച്ച് ചൂടുള്ള തലയാണ്. അപ്പം ഞാൻ ഈ തണുത്ത സാധനങ്ങൾ, അതായത് താളി അല്ലെങ്കിൽ കഞ്ഞിവെള്ളം അങ്ങനത്തെ സാധനങ്ങളാണ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ എൻ്റേത് സ്ട്രെയിറ്റ് ഹെയർ ആണ്. അതേപോലെ സ്കാൽപ്പ് നല്ല ഓയിലിയാണ്. അതേപോലെ ഓരോരുത്തരുടെയും ഡിഫറെൻ്റ് ആണ്. അപ്പം നിങ്ങളത് ചൂസ് ചെയ്ത് അതിന് വേണ്ട പ്രൊഡക്ട്സ് യൂസ് ചെയ്താലേ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഞാൻ പുറത്തുനിന്ന് പ്രൊഡക്ട്സ് വാങ്ങി യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. അധികം ഈ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ ചുറ്റുപാടിലൊക്കെ കിട്ടുന്ന സാധനങ്ങളാണ് ഞാൻ യൂസ് ചെയ്യാറ്. അതാവുമ്പോൾ റിസൾട്ട് കിട്ടാൻ കുറച്ച് വൈകുമെങ്കിലും നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. എനിക്ക് ഡെങ്കുവും കൊറോണയൊക്കെ വന്നിട്ട് ഒരുപാട് മുടി പോയിട്ടുണ്ടായിരുന്നു. ആ പോയ മുടി ഞാൻ റിക്കവർ ചെയ്തെടുത്തത് ഈ നാച്ചുറൽ റെമഡീസ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ടിപ്സും മാസ്കുകളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷോർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം. തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് ഞാൻ പോയിട്ട് റീല് ഷൂട്ട് ചെയ്തു. അതാണ് ഈ കോലം. ഞാനൊരു 30 മിനിറ്റ്സൊക്കെ മാക്സിമം തലയിൽ എണ്ണ വെച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ നീരിറക്കം വന്നാലോ എന്ന് കരുതിയിട്ട്. അതിനുശേഷം ഞാൻ പോയിട്ട് ആ ബ്രഷസും ഒക്കെ വാഷ് ചെയ്തെടുത്തു. പിന്നെ എല്ലായിടത്തും ചൂടൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ കോഴിക്കോട് അടിപൊളി ചൂടാണ്. അതുപോലെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് കാണാനാണ് താല്പര്യം എന്നുള്ളത് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോഴേക്കും നമ്മുടെ ചീർപ്പുകളൊക്കെ കുളിച്ച് സുന്ദരക്കുട്ടപ്പന്മാരായിട്ടുണ്ട്. നമുക്കത് ഉണക്കിയെടുക്കാം.
അടുത്തതായി എനിക്ക് ഒരുപാട് വന്ന ക്വസ്റ്റ്യനാണ് ഏത് ഷാമ്പു ആൻഡ് കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഞാൻ നോർമലി യൂസ് ചെയ്യാറ് ഡോവിൻ്റെ ആണ്. ഡോവിൻ്റെ നോർമൽ കണ്ടീഷണറും നോർമൽ ഷാമ്പു ആണ് ഞാൻ യൂസ് ചെയ്യാറ്. പക്ഷേ ഇത് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ആണ്. അത് ഞാനൊന്ന് പരീക്ഷിക്കാൻ വാങ്ങിയതായിരുന്നു. കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. എനിക്ക് നോർമൽ തന്നെയാണ് ഇഷ്ടമായത്. കണ്ടീഷണർ മൊത്തത്തിൽ തീർന്നു. ഷാമ്പൂവിൻ്റെ കുപ്പിയിൽ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കുലിക്കുകയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ ബാക്കി വരുന്ന എണ്ണ ഞാൻ മുഖത്തൊക്കെ യൂസ് ചെയ്തു. മേക്കപ്പ് റിമൂവറായിട്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ തേക്കാറ്. എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ്. രാവിലെയും വൈകുന്നേരവും ഞാൻ വെളിച്ചെണ്ണ അയച്ച് മുഖം കഴുകും. പലർക്കും വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ പണ്ട് എനിക്കും ഇഷ്ടമില്ലായിരുന്നു. അമ്മയൊക്കെ പിടിച്ച് തേക്കുമ്പോൾ ഇങ്ങനെ കരയായിരുന്നു, അയ്യോ തേക്കല്ലേ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണത്, എണ്ണ തേച്ചിട്ട് മുഖം ഫേസ് വാഷ് ഇട്ട് കഴുകുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ഗ്ലോ ആണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കുറച്ച് നാടകീയ രംഗങ്ങളാണ്. ക്യാമറ ഓണാക്കി വെച്ച് ബാത്റൂമിൽ കയറുന്ന പോലെ കാണിച്ചിട്ട് തിരിച്ച് വന്ന് ക്യാമറ ഓഫാക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. എനിക്ക് കുളിക്കാനൊക്കെ ഇഷ്ടമാണെങ്കിലും മുടി ഉണക്കണ പരിപാടി എനിക്ക് വലിയ താല്പര്യമില്ല. മുടി ഉണങ്ങിയിട്ടില്ലേ കായ വരും. കായ വന്നാൽ വെട്ടിക്കളയല്ലാതെ വേറെ ഒരു രക്ഷയില്ല. എന്നാൽ ഈ ചൂടത്ത് മുടി അഴിച്ചിട്ട് ഉണക്കുക എന്ന് പറയുന്നത് ഒരു അൺസഹിക്കബിൾ പ്രോസസ്സാണ്. പക്ഷേ മുടി ഉണക്കിയല്ലേ പറ്റൂ. ഞാൻ പൊതുവേ ഇങ്ങനെ ഫാനിൻ്റെ ചോട്ടിലിരുന്ന് മെല്ലെ നടന്നും ഇരുന്നും ഒക്കെ ഉണക്കാറാണ് പതിവ്, അല്ലാതെ ബ്ലോ ഡ്രൈ ചെയ്യാറില്ല. പിന്നെ ഞാൻ കുഞ്ഞിത് മുതലേ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് രാസ്നാദിപ്പൊടി കോട്ടയ്ക്കലിൻ്റെ. ഇത് തലയിൽ നമ്മുടെ മൂർത്താവിൽ തേച്ച് കഴിഞ്ഞാൽ നീരിറക്കത്തിന് കുറവുണ്ടാവും. ഇതിൻ്റെ സ്മെല്ലും എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ ജസ്റ്റ് എടുത്ത് കെട്ടിയതേ ഉള്ളൂ. നനഞ്ഞിരിക്കുന്ന മുടി ചീകാത്തതാണ് നല്ലത്. അപ്പം പെട്ടെന്ന് മുടി ഒഴിയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരുങ്ങി. ഈ ഞായറാഴ്ച ഉള്ള ജസ്റ്റ് ഒരു കലാപരിപാടിയാണ്, ഇങ്ങോട്ടും പോകുന്നൊന്നുമില്ല, വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സന്തോഷത്തിന്. അതിനുശേഷം ഞാൻ മുടി മെല്ലെ ഉണങ്ങി തുടങ്ങിയപ്പം കൈ വെച്ചിട്ട് മെല്ലെ മെല്ലെ ജടകളൊക്കെ ഒന്ന് തീർക്കാൻ തുടങ്ങി. ഈ മുടിയൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഞാൻ ഫുഡ് കഴിച്ച് നല്ലൊരു ഉറക്കമുറങ്ങി. പിന്നെ ഈവനിങ് എണീറ്റ് ചക്ക വറുക്കാനും അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് രാത്രിയാണ് ഞാൻ പിന്നെ മുടി തൊടുന്നത്. രാത്രിയിലെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ തല മസാജ് ചെയ്യുന്നതാണ്. തല കുമ്പിട്ടിട്ട് മസാജ് ചെയ്യും. അതേപോലെ സ്കാൽപ്പ് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കും. ഹെയറിൻ്റെ ലെങ്ത്തിൽ ഞാൻ കുറച്ച് എണ്ണ അപ്ലൈ ചെയ്തിട്ടാണ് എന്നും കിടക്കാറ്. അമ്മ പറയും വെളിച്ചെണ്ണ തേച്ച് കിടന്നാൽ ഉറുമ്പ് വരുമെന്ന്. പക്ഷേ ഇന്നേ വരെ എൻ്റെ അടുത്ത് ഉറുമ്പ് വന്നിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പം ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ ഹെയർ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. വലിയ സംഭവമൊന്നുമില്ല. ഒന്നാമത് പനിയായിരിക്കുന്നതുകൊണ്ട് എനിക്ക് മാസ്കുകളോ ഒന്നും അപ്ലൈ ചെയ്ത് കാണിച്ചു തരാൻ പറ്റിയില്ല. ഇനി വരുന്ന ഷോർട്സുകളിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. എൻ്റെ കുഞ്ഞു കുഞ്ഞു അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പക്ഷേ എഫക്റ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഞാൻ രാത്രി ജസ്റ്റ് മുടി ബ്രെയ്ഡ് ചെയ്തിട്ട്, ഒന്നെങ്കിൽ ബ്രെയ്ഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ മുടി മുകളിൽ പൊക്കി വെച്ച് കെട്ടി കിടന്നുറങ്ങും. എന്നും ബ്രെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വേവി ടെക്സ്ചർ വരും മുടിക്ക്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് മുകളിൽ കെട്ടി വെച്ച് കിടക്കാറുണ്ട്. അപ്പം ഇന്ന് ഞാൻ ബ്രെയ്ഡ് ചെയ്ത് തന്നെയാണ് കിടക്കുന്നത്. കാരണം ഷാമ്പൂ ഒക്കെ ഇട്ടതുകൊണ്ട് കുറച്ചുകൂടി ഫ്രിസി ആവാൻ ചാൻസ് ഉണ്ട്, കണ്ടീഷണർ കൂടെ അപ്ലൈ ചെയ്യാത്തതുകൊണ്ട്. നിങ്ങൾ ഷാമ്പൂ യൂസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും കണ്ടീഷണർ കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഹെയർ കെയർ റുട്ടീൻ വീഡിയോ. ഈ മുടിയൊക്കെ പിരിച്ചിട്ടിട്ട് ചൂടെടുത്തിട്ട് ഞാൻ പിന്നെയും പോയിട്ട് മേല് കഴുകിയിട്ടാണ് കേട്ടോ കിടന്നത്. അതുകൊണ്ടാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.